നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 10 സെപ്റ്റംബർ ആയിരുന്നു. ഇതിപ്പം നമ്മുടെ ഇന്ന് വൈകിട്ട് ഇന്നത്തെ കഴിഞ്ഞിട്ട് നാളെ പ്രീ മാർക്കറ്റിന്റെ വ്യൂ ആണ്. നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും, എങ്ങനെ പോകും, എങ്ങോട്ട് പോകും എന്നൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളെ ഉദ്ദേശിച്ചുള്ള പ്രീ മാർക്കറ്റ് വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മാർക്കറ്റ് ഇന്നിപ്പം കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാ ലെവൽസും കടന്ന് നിഫ്റ്റി പോയി. ഇന്നലത്തെ POCയുടെ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി തിരിച്ച് കയറിയത് അവസാനിച്ചത് 25,162 ഭാഗത്താണ് നിഫ്റ്റിയുടെ ട്രെൻഡ് അവസാനിച്ചത്. ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ സ്പൈക്ക് ക്ലോസിംഗ് ആയിട്ട് ആശാൻ 51,528 വരെ പോകാൻ പറ്റാതെ 490 ഭാഗത്തൊക്കെ പോയി തിരിച്ചു താഴേക്ക് ഇറങ്ങി അവൻ വിവാപ്പിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാപ്പിന്റെ ആ ഭാഗത്ത് താഴെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ബ്രിമ്മിൽ തന്നെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഉച്ചയ്ക്ക് ഒരു 12 ഒരു 1:45-2 മണിക്കകത്ത് ഒരു ന്യൂസ് വന്നായിരുന്നു. ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കൂട്ടാൻ പോകണമെന്നൊക്കെ പറഞ്ഞൊരു ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 25,215 വരെ പോകാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. തിരിച്ച് വീണ്ടും ഏകദേശം പറഞ്ഞാൽ ഈ സെല്ലിംഗ് തുടങ്ങിയതിന്റെ ഭാഗത്ത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നാളെ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സോ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് ഡേ വിത്ത് POC ക്ലോസിംഗ് വന്നിരിക്കുന്ന 25,095 ഭാഗത്താണ്. നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. ഈ പീരീഡിലായിരുന്നു നിഫ്റ്റിയിൽ ആ ന്യൂസ് കൃത്യമായിട്ട് വരികയും POC മുകളിലേക്ക് മെർജ് ചെയ്യിപ്പിച്ച് വിവാപ്പിന് മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 25,100 എന്ന് പറഞ്ഞ 95 എന്ന് പറയുന്നത് POCയുടെ മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 25,160 ഭാഗത്തും 25,160 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,215 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,268 നിഫ്റ്റി പോകാം. അപ്പൊ നമുക്ക് ആദ്യം ആ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഏതൊക്കെയാണ് നിഫ്റ്റിയിൽ വരുന്ന ലെവൽ? 25,295 ഇന്നത്തെ POC. അപ്പൊ നമുക്ക് ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാമല്ലോ. 25,095 ആണ് നമ്മുടെ POC. അപ്പം അതിന് മുകളിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാം? 25,160 അതിന് മുകളിൽ 215, 25,160 അതിന് മുകളിൽ 25,215 അതിന് മുകളിൽ എത്രയാണ്? 25,267. ഓക്കെ, ഈ ലെവലിലേക്ക് നമുക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് 27 മാർക്കറ്റിൽ പോവാം. ഇതായിരിക്കും നമുക്ക് നാളെ മുകളിലേക്കുള്ള പ്രയാണം രീതിയിലേക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നത്. സോ ഇനി അടുത്ത താഴേക്കാണെങ്കിൽ 25,027 ഒരു സ്ട്രോങ് സപ്പോർട്ട്. 25,027 സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന് താഴെ വരുന്ന സമയത്ത് 24,970 ഒരു സപ്പോർട്ടാണ്. അതിന് താഴെ 24,928 ഒരു സപ്പോർട്ടാണ്. സോ 25,020 ഒരു സപ്പോർട്ടാണ്. 25,020 ഒരു സപ്പോർട്ടും ആ സപ്പോർട്ടിന് താഴെ അടുത്ത വരുമ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 25,000 എത്രയാണ്? 24,970 അതിന് താഴെ 24,922 ആയിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു സപ്പോർട്ട്. അതിന് താഴെ നമുക്ക് താഴേക്കുള്ള അടുത്ത സപ്പോർട്ട് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായ 24,855 എന്ന ഈ ഒരു സപ്പോർട്ട് നിഫ്റ്റിയിലൂടെ ആയിരിക്കും. ഈ 24,855 പൊട്ടിയാൽ മാത്രമേ നിഫ്റ്റി വരുള്ളൂ. ഇല്ല എങ്കിൽ എന്റെ ഒരു കണക്കൂട്ടൽ വെച്ച് നാളെ മാർക്കറ്റ് വേണമെങ്കിൽ ഒരു ഇന്നലെയും ഇന്നും ഒരു നല്ലൊരു മൂവ്മെന്റ് വന്നതുകൊണ്ട് നിഫ്റ്റി വേണമെങ്കിൽ നാളെ ഒരു ബാലൻസിങ് മാർക്കറ്റ് തരാം. അതായത് 25,100-നും 24,980 ഇടയ്ക്ക് കടന്ന് നിഫ്റ്റി കളിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഇന്നൊരു ട്രെൻഡിങ് മൂവ് ആയിരുന്നു. ഇന്നലെയും ട്രെൻഡിങ് മൂവിന് ഒരു ഇനിഷ്യൽ മൂവ് വന്നതുകൊണ്ട് ഇന്ന് നാളെ വരുന്ന മാർക്കറ്റ് നാളെ 12-ാം തീയതിയുള്ള ബുധനാഴ്ചത്തെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഡേയുടെ മാർക്കറ്റ് ഒരു ബാലൻസിങ് മൂവ് തരാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. സോ നമ്മളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു മൂവ്മെന്റ് പ്രകാരം ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു. നോർമൽ വേരിയേഷൻ അപ്പ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 51,362 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,368 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 51,470 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 51,590 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,652 എന്ന് പറഞ്ഞാൽ ഈ POC ബാങ്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പം ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഏതൊക്കെയാണ് ലെവൽ നമുക്കറിയാമല്ലോ. കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏതൊക്കെയാണ്? ഞാൻ ഇന്നത്തെ POC ഞാൻ മാർക്ക് ചെയ്തേക്കാം.
51,368 പി ഒ സി. 51,368 നമ്മുടെ പി ഒ സി. അപ്പൊ ആ പി ഒ സിയുടെ കളർ ഓർത്തോളാം. അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ യൂഷ്വലി നമുക്ക് എവിടെ പോവാം? 51,470 ആ ഭാഗത്ത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ 470 മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 51,600 ഭാഗത്തേക്കും 51,600 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,750 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റി പോവാം. 750 മുകളിൽ പോവുകയാണെങ്കിൽ 51,880 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി എഫ് എയുടെ ഭാഗത്തേക്ക് ഒരു 880 അല്ല 885 ഭാഗത്തേക്ക് 51,885 ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് തരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലായിരിക്കും. ഇനി താഴേക്കുള്ള സപ്പോർട്ട് നമ്മൾ പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് സപ്പോർട്ട് 51,254 51,254 നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് സപ്പോർട്ട് 51,254 നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട്. സോ ആ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 51,254. അതിന് താഴെ അടുത്ത വരുന്നത് 51,105 എന്ന് പറഞ്ഞ ഈ ഒരു ഇന്നലത്തെ സിംഗിൾ പ്രിന്റ്. ഇപ്പൊ 51,105 എന്ന് പറഞ്ഞ ഇന്നലത്തെ സിംഗിൾ പ്രിന്റ് മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ ഓർത്തോളുക, തിരിച്ച് ഈ 50,865 എന്ന് പറഞ്ഞ ഈ പി ഒ സിയിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പൊ 50,865 എന്ന് പറഞ്ഞ ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി. ഇപ്പൊ 51,100 ഇന്നലത്തെ സിംഗിൾ പ്രിന്റ് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 50,865 പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. നാളെ മിക്കവാറും ഒന്നുകിൽ നമ്മളെ എന്റെ മെജോറിറ്റിയുള്ള എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി മിക്കവാറും 90% അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ചിലപ്പോൾ പറയും നാളെ ഇനി ഞാൻ പറഞ്ഞ 10% കയറി പോയാൽ ഞാൻ നിങ്ങൾ പറയായിരിക്കും മേനെ പോലെ സ്കീം അല്ലേ ചേട്ടാ, അല്ലെങ്കിൽ സാറേ പറയുന്നു പറഞ്ഞു. ആ ഒരു സ്കീം വേണ്ട. 100% വേണമെങ്കിൽ നാളെ ബാലൻസ് തരാം മാർക്കറ്റ്. ചിലപ്പോൾ എനിക്ക് മുകളിൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് മാർക്കറ്റ് ഞാൻ ദൈവമല്ലല്ലോ പറയാൻ വേണ്ടി. അപ്പൊ അത് ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റി നാളെ മിക്കവാറും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒരു ബാലൻസ് മൂവ് തരാനുള്ള ചാൻസ് ആയിരിക്കും. ഇനിഷ്യൽ പ്രൈസ് മൂവ്മെന്റ് ആദ്യത്തെ അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷം ഇനിഷ്യൽ പ്രൈസ് മൂവ്മെന്റ് വന്നതിന് ശേഷം പിന്നെ ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. പിന്നെ ഒരു കാര്യം, പ്രൊവൈഡഡ് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറെ നാളായി എക്സ്പയറിയിൽ വലിയ മൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല. സോ നാളെ അതേ എക്സ്പയറി അങ്ങനെ ആണെങ്കിൽ, ഗാമ എക്സ്പ്ലോഷൻ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറും. ബാങ്ക് നിഫ്റ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണോ മാരകമായ രീതിയിൽ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുകൂടാതെ ഒരു കാര്യം ഓർത്തോളൂ, ഇന്ന് രാത്രി അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആകാൻ പോകുന്ന ഏതാണ് കമലാ ഹാരിസോ അല്ലെങ്കിൽ ട്രംപോ രീതിയിലുള്ള ടെലിവിഷന്റെ ഡിബേറ്റ് നടക്കുകയാണ്. ആ ഡിബേറ്റിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്, അയാളുടെ ഫേവറായിട്ട് മാർക്കറ്റ് കമലാ ഹാരിസ് ആണെങ്കിൽ മാർക്കറ്റ് അടിക്കാനും ട്രംപ് ആണെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. നാളെ GDP വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 11:30 മണിക്ക് ഗ്രേറ്റ് ബ്രിട്ടന്റെ GDP വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചൈനീസിന്റെ ന്യൂ ലോൺസിന്റെ സ്കീമിനെ കുറിച്ച് അത് ഉച്ചയ്ക്ക് 1:30 മണിക്ക് വരുന്നുണ്ട്. പിന്നെ ജപ്പാന്റെ BOJ ബോർഡ് മെമ്പറായ നവകാവ സ്പീക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ യൂറോയുടെ ജർമ്മൻ ബോണ്ട് ഓപ്ഷൻസിനും കുറച്ച് കാര്യങ്ങളും, USDയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡേറ്റ ആയ CPI ഡേറ്റ, ഇൻഫ്ലേഷൻ ഡേറ്റ നാളെ കൂടുതലാണെങ്കിൽ കോർ CP ഇയർ ഓൺ ഇയർ ഈ മന്ത് ഓൺ മന്ത് വരെയാണ്. ഇൻഫ്ലേഷൻ ഡേറ്റ കൂടുതലാണെങ്കിൽ ഓർത്തോളുക, മാർക്കറ്റ് വളരെയധികം രീതിയിൽ നല്ല രീതിയിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് മറ്റന്നാളത്തേക്ക് വരാൻ ചാൻസ് വളരെയധികം കൂടുതൽ. നാളെ ഇത്രയും ന്യൂസ് വരുന്നതുകൊണ്ട് നാളെ ഇതിനനുസരിച്ചുള്ള മാർക്കറ്റ് മൂവ്മെന്റ് വളരെയധികം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക, ട്രേഡ് ചെയ്യുക, ലെവല് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഇന്ന് ഞാൻ എന്റെ ലെവൽ പ്രകാരം നിഫ്റ്റി പക്കാവാ പോയി. സോ ആ ലെവൽ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.